അയ്യപ്പന്റെ മുസ്ലിം സുഹൃത്താണ് വാവർ, ക്രിസ്ത്യൻ സുഹൃത്താണ് ആർത്തുങ്കൽ വെളുത്തച്ഛൻ. 1050 കാലഘട്ടങ്ങളിൽ പന്തളത്ത് ജനിച്ച വ്യക്തിയാണ് മിസ്റ്റർ മണികണ്ഠൻ. ഞാൻ ദൈവമായി കാണുന്ന ആളാണ്, അത് മാറ്റിവെക്കാം. മിസ്റ്റർ മണികണ്ഠൻ. അവരുടെ കുറിച്ച് പറയുന്നവർ ഇസ്ലാമോഫോബിയ മാത്രമല്ല പറയുന്നത്, അയ്യപ്പ വിരോധമാണ് പറയുന്നത്, പച്ചക്കള്ളമാണ് പറയുന്നത്. ആ സ്കൂളിന്റെ പേര് വാവർ മെമ്മോറിയൽ സ്കൂൾ എന്നാണ്. ഹിന്ദുക്കളുടെ പ്രശ്നം നമുക്കൊരു അയ്യപ്പ മെമ്മോറിയൽ സ്കൂളില്ല എന്നുള്ളതാണ്. മതവിശ്വാസം ഉപേക്ഷിച്ച ആളാണല്ലോ രവീന്ദ്രൻ സാർ. രവീന്ദ്രൻ സാർ അങ്ങനെ ഉപേക്ഷിക്കരുത്, അതിലും ഭേദം ഉപേക്ഷിക്കാതിരിക്കുന്ന. അങ്ങനെ പേട്ടതുള്ളൽ എന്ന് പറഞ്ഞാൽ മിലിറ്ററി ഡ്രില്ലാണ്. അവരുടെ റെജിമെന്റിന്റെ പേരാണ് അയ്യപ്പ റെജിമെന്റ്. അവരുടെ വാർക്രൈ ആണ് സ്വാമിയെ ശരണം അയ്യപ്പ. അവരുടെ ബാക്ക് പാക്ക് ആണ് ഇരുമുടിക്കെട്ട്. അവരുടെ ക്യാമോഫ്ലാഷ് ആണ് കറുത്ത വസ്ത്രം. രാഹുൽ ഈശ്വർ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരുമ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ സംസാരം കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ ശബരിമല കാലമായതുകൊണ്ട് അയ്യപ്പനും വാവരും തമ്മിലുള്ള ബന്ധമൊക്കെ ആയിരിക്കും. പ്രത്യേകിച്ചും വാവര് മുസ്ലിം ആണോ, വാവരിന്റെ പള്ളി അവിടെ ആവശ്യമുണ്ടോ, വാവര് പള്ളി വേണ്ടേ, വാപുരനാണോ വാവരാണോ എന്നൊക്കെ പറഞ്ഞുള്ള വളരെ പിന്നെ ചർച്ചകളും നടക്കുകയാണ്. ഒരു വശത്ത് മതസൗഹാർദ്ദം രാഹുലിനും വളരെ പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട വിഷയമാണ്. അപ്പൊ മതസൗഹാർദ്ദം തകർക്കുന്ന തരത്തിലേക്കുള്ള ചർച്ചകൾ പോവുകയാണ്. വാവര് ശരിക്കും മുസ്ലിം ആണോ? രാഹുലിന്റെ ഒരു സ്റ്റാൻഡ് എന്താ ഇതില്? ഞാൻ എല്ലാ കാര്യത്തിലും ബാലൻസ്ഡ് ആയിട്ടും, അല്ലെങ്കിൽ ഇപ്പൊ എന്നെ തമാശയ്ക്ക് ആൾക്കാർ പറയും സതി നല്ലതാണോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ സ്ത്രീ എടുത്ത് ചാടട്ടെ, എന്നിട്ട് ചാടിയിട്ട് തിരിച്ചു വന്നാൽ ഞാൻ പറയുന്ന ആൾക്കാർ പറയും. പക്ഷേ ഈ കാര്യത്തിൽ യാതൊരു ബാലൻസും ഇല്ല. വാവരെ തള്ളി പറയുന്നവർ അയ്യപ്പനെ തള്ളി പറയുകയാണ്. വാവര് 100% മുസ്ലിമാണ്. വാവര് അയ്യപ്പനും നമുക്കും വേണ്ടി പോരാടി സ്വന്തം സ്വത്ത്, സ്വന്തം ജീവൻ, സ്വന്തം പടയാളികളെ വിട്ടുകൊടുത്ത് ഈ നാടിന് വേണ്ടി പോരാടി പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. വാവരുടെ കുറിച്ച് പറയുന്നവർ ഇസ്ലാമോഫോബിയ മാത്രമല്ല പറയുന്നത്, അയ്യപ്പ വിരോധമാണ് പറയുന്നത്, പച്ചക്കള്ളമാണ് പറയുന്നത്. വാപൂരനാണെന്ന് പറയുന്നത് നട്ടാൽ കുരുക്കാത്ത, പെറ്റ തള്ള സഹിക്കാത്ത കള്ളമാണ് എന്നുള്ളതാണ് സത്യം. വാവരുടെ അച്ഛന്റെ പേര് അലി എന്നാണ്, അമ്മയുടെ പേര് പാത്തുമ്മ എന്നാണ്. നമ്മുടെ രാധാകൃഷ്ണൻ സാറിന്റെ, രാജ് സാറിന്റെ ഇത് കണ്ടിരുന്നു. 2 വേർഷൻസാണ് ഉള്ളത്. തകൃതിത്താൻ തോട്ടത്തിൽ ഉള്ള പാത്തുമ്മയുടെ മോനെ വാവരെ ടർക്കി ആണെന്ന് ചിലർ പറയുന്നു. ചില ആൾക്കാർ ഹീരാക്യും തോട്ടം എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ചില ഇന്നത്തെ ഇറാഖ് എന്നൊക്കെ പറയുന്നു. വാവര് മുസ്ലിമാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവ് വാവര് പള്ളി പോലും അല്ല, അയ്യപ്പന്റെ അമ്പലത്തിൽ വാവർക്ക് വേണ്ടി ഒരു നട വെച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് എരുമേലിയില് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ വാവർക്ക് ഒരു നടയുണ്ട്. അതിലൊരു വിഗ്രഹം വെച്ചിട്ടില്ല. അതായത് വാവര് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളിൽ സഗുണാരാധനയില്ല. വാവർക്ക് അത് ഹലാലല്ല. വാവർക്ക് സഗുണാരാധന ഹറാമാണ്. അപ്പൊ അയ്യപ്പൻ എന്റെ അമ്പലത്തിൽ വാവരെ ആദരിക്കാൻ തീരുമാനിച്ചപ്പോ വാവർക്ക് ഹലാലായ രീതിയിൽ ആദരിക്കണമെന്ന് വിശ്വസിച്ച വ്യക്തിയാണ്. അതായത് വാവർക്ക് ഏത് രീതിയിലാണോ ആദരിക്കപ്പെടാൻ ആഗ്രഹം ആ രീതിയിൽ വാവർ ആദരിച്ചതാണ്. ഇത് ഞാൻ ഭംഗി പരിസരം ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നതല്ല. ഇന്നും എരുമേലിയിൽ പോയാൽ നമുക്ക് കാണാം വെറും ഒരു ആർച്ച് മാത്രമേ വാവര് നടയിലുള്ളൂ. അമ്പലത്തിലെ കാര്യമാണ്, പള്ളിയിലെ കാര്യം പോലും അല്ല പറയുന്നത്. അമ്പലത്തിനുള്ളിൽ പോലും ഒരു ആർച്ചയേ ഉള്ളൂ. അതുകൊണ്ട് വാവരെ തള്ളി പറയുന്നവർ പെട്ടെന്ന് BJP-കാർക്കും RS-കാർക്കും മനസ്സിലാക്കാൻ വേണ്ടി ഒരു 100 വർഷത്തിന് ശേഷം അബ്ദുൽ കലാം മോശക്കാരനാണ്, മുസ്ലിം ആയതുകൊണ്ട് അബ്ദുൽ കലാം ഗസ്വായ ഹിന്ദിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ BJP-കാർക്ക് ദേഷ്യം വരും. കാര്യം വാജ്പേയിജിയുടെ അടുത്ത സുഹൃത്തും മറ്റുമാണ്. അതേപോലെ ഈ നാടിന്റെ ഏറ്റവും വലിയ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ജനിച്ച മതസൗഹാർദ്ദവാദിയും ഈ നാടിന് വേണ്ടി ജീവിച്ച വ്യക്തിയാണ് വാവർ അഥവാ ബാബർ. ബാബർ എന്നാണ് പുള്ളിയുടെ പേര്. അതിനെ മലയാളി ഇരിക്കുമ്പോൾ ബാബർ എന്ന് പറയുന്നത് വാവരുടെ തന്നെ പേരാണോ അതോ പഴയ ബാബറൊക്കെ? ബാബർ എന്നാണ് പുള്ളിയുടെ പേര്. ബായും വായും മലയാളത്തിലും ബംഗാളിയിലും ഒക്കെ മാറും. അതുകൊണ്ടാണ് ബംഗാളികൾ വന്ദേ മാതരം എന്ന് പറയാറ്. വന്ദേ മാതരം എന്ന് പറയുന്നതിനെ ബായും വായും മാറുക. പുള്ളിയുടെ പേര്, അമ്മയുടെ പേര് ഫാത്തിമ, പാത്തുമ്മ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അച്ഛന്റെ പേര് അലി, പുള്ളിയുടെ പേര് ബാബർ. ആ ബാബറിന്റെ മലയാളമാണ് ബാബർ. അതുകൊണ്ട് 100% ബാബറിനെ കുറിച്ച് തത്വദീക്ഷയില്ലാതെ ദൈവകോപം കിട്ടുന്ന കള്ളങ്ങളാണ് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് വിമർശിക്കുന്ന ആളുകൾ പറയുന്നത് ഈ ഇസ്ലാം മതം എന്നാണ് ഇവിടെ ഉണ്ടായത്, മുസ്ലിങ്ങൾ എന്നാണ് ഇതിലേക്ക് വന്നത്. അവരുടെ പ്രശ്നം എന്താ അറിയോ? അത് സുനിതാജിക്കും കൂടെ ബാധകമാണ്. സുനിതാജിയെയും ആദരവോടെ വിമർശിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാം. യേശു ക്രിസ്തു എത്ര കാലം മുമ്പാണ് ജീവിച്ചിരുന്നത്? സുനിതാജിയുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്കെല്ലാം അറിയാം. BC AD ഏകദേശം 2000 വർഷം മുമ്പാണ് അല്ലെ? യേശു ക്രിസ്തു ഏകദേശം 2000 വർഷം മുമ്പാണ് ജീവിച്ചിരുന്നത്. സുനിതാജിയും മലയാളിയാണ്, ഞാനും മലയാളിയാണ്. ഈ അയ്യപ്പൻ എത്ര കാലം മുമ്പാണ് ജീവിച്ചിരുന്നത്? യഥാർത്ഥത്തിൽ അയ്യപ്പൻ ഉണ്ടായിരുന്നു. അയ്യപ്പൻ ഒരു ചരിത്ര പുരുഷനുണ്ട്. അല്ലെങ്കിൽ മണികണ്ഠൻ, പുള്ളിയുടെ പേര് മണികണ്ഠൻ എന്നാണ്. അയ്യപ്പന്റെ ഏത് കഥ അല്ലെങ്കിൽ ഐതിഹ്യം? രാഹുൽ ഉപയോഗിക്കുന്ന വാക്കെന്താ, ഐതിഹ്യം എന്നാണോ അതോ അയ്യപ്പന്റെ ചരിത്രം? ചരിത്രം എന്നാണോ പറയുന്നത്? പ്ലീസ് റിമെമ്പർ. അല്ല, ഐതിഹ്യം എന്നൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. മണികണ്ഠൻ ഈസ് എ ഹിസ്റ്റോറിക്കൽ പേഴ്സൺ.
ഉം. മണികണ്ഠൻ എന്ന് പറഞ്ഞാൽ 950 വർഷം, കൊല്ലവർഷം 200 എന്ന് പറഞ്ഞാൽ AD 1000, 1050 കാലഘട്ടങ്ങളിൽ പന്തളത്ത് ജനിച്ച വ്യക്തിയാണ് മിസ്റ്റർ മണികണ്ഠൻ. ഞാൻ ദൈവമായി കാണുന്ന ആളാണ്, അത് മാറ്റി വെക്കാം. മിസ്റ്റർ മണികണ്ഠൻ. മിസ്റ്റർ മണികണ്ഠൻ ജനിച്ച കാലത്ത് ഹിന്ദു മുസ്ലിം സംഘർഷം പോലെ ശൈവരും വൈഷ്ണവരും തമ്മിൽ അടികൂടിക്കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. ശിവഭക്തരെന്നും വിഷ്ണു ഭക്തരെന്നും പറഞ്ഞ് രണ്ട് വിഭാഗമായിട്ട് ഹിന്ദുക്കളും അല്ലെങ്കിൽ അന്നത്തെ ജനങ്ങളും അടികൂടിക്കൊണ്ടിരുന്ന സമയമായിരുന്നു. അപ്പൊ മണികണ്ഠൻ പറഞ്ഞു, നിങ്ങൾ അയ്യനെ പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല, അപ്പനെ പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല. അയ്യൻ എന്ന് പറഞ്ഞാൽ ശിവൻ, അപ്പൻ എന്ന് പറഞ്ഞാൽ അയ്യൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു, അപ്പൻ എന്ന് പറഞ്ഞാൽ ശിവൻ. അങ്ങനെ അയ്യനെയും അപ്പനെയും ഒന്നിപ്പിച്ച വ്യക്തിയാണ് മിസ്റ്റർ മണികണ്ഠൻ. പുള്ളിക്ക് കിട്ടുന്ന സ്ഥാനപ്പേരാണ് അയ്യപ്പൻ. ഇതിനെ നമുക്ക് മനസ്സിലാകാനും അന്നത്തെ ബാലരമ അമർചിത്രകഥയിൽ എഴുതിയതുമാണ് ശിവന്റെയും വിഷ്ണുവിന്റെയും മോനാണ് പുള്ളി. ശിവനും വിഷ്ണുവും ഒരുമിച്ച് ചേർന്നുണ്ടായി എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ആലങ്കാരികമായ സാധനമാണ് ഈ ശിവന്റെ വിഷ്ണുവിന്റെ മോൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ മണികണ്ഠൻ അന്ന് മതസൗഹാർദ്ദം ഉണ്ടാക്കി. പുള്ളിക്ക് 2 നായർ പട്ടാളം അപ്പൊ ഉണ്ടായിരുന്നു. രാഹുൽ പറയുന്ന മണികണ്ഠൻ കൊട്ടാരത്തിലെ രാജകുമാരനല്ല. മണികണ്ഠൻ കൃത്യം പറഞ്ഞാൽ പന്തളത്ത് ജനിച്ച രാജാ രാജശേഖരന്റെ സഹോദരിയായ മായയുടെയും ജയന്തന്റെയും മകനാണ്. അതായത് മായ എന്ന് പറഞ്ഞ ഈ രാജശേഖരൻ, അയ്യപ്പന്റെ അച്ഛൻ, വളർത്തച്ഛന്റെ പേര് രാജാ രാജശേഖരനാണ്. നമ്മുടെ ഏഷ്യാനെറ്റ് സീരിയലിൽ ദേവൻ സാറൊക്കെ ചെയ്ത റോള്. അതായത് നമ്മൾ ഈ പുലിപ്പാലിന്റെ കഥയൊക്കെ കേൾക്കുമല്ലോ, അത് ഈ രാജശേഖരന്റെ ഭാര്യയാണ്. രാജാ രാജശേഖരന്റെ ഭാര്യയാണ് അധികാരം കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അയ്യപ്പന്റെ അച്ഛന്റെ പേര് ജയന്തൻ, അമ്മയുടെ പേര് മായ. അയ്യപ്പന് 2 നായർ പട്ടാളമുണ്ട്, അമ്പലപ്പുഴ, ആലങ്ങാട്. അയ്യപ്പൻ പഠിച്ചതൊരു ഈഴവ കളരിയിലാണ്, അതാണ് ചീരപ്പഞ്ചിറ. നമ്മുടെ സുശീല ഗോപാലൻ മാഡം ഒക്കെ വന്ന് ജനിക്കുന്നത് ആ ലൈനേജിലാണ്, ചീരപ്പഞ്ചിറ. അയ്യപ്പന്റെ മുസ്ലിം സുഹൃത്താണ് വാവർ, ക്രിസ്ത്യൻ സുഹൃത്താണ് ആർത്തുങ്കൽ വെളുത്തച്ഛൻ അഥവാ ആർത്തുങ്കൽ ക്രിസ്ത്യൻ പള്ളിയിലെ വെളുത്ത. അയ്യപ്പന്റെ സൈന്യമാണ് മലയരയർ, മറ്റൊരു സൈന്യമാണ് ഷെഡ്യൂൾ ട്രൈബ്. ഇവരാണ് ഈ മകരജ്യോതി തെളിയിക്കുന്നത്, അല്ലെങ്കിൽ മകരവിളക്ക് തെളിയിക്കുന്നത്. മകരജ്യോതി ആകാശത്ത് നക്ഷത്രമായി വരുമ്പോൾ മകരവിളക്ക് തെളിയിച്ചിരുന്ന ഇവരെയാണ്. ഇവരെ പുറത്താക്കിയിട്ടാണ് ഇന്ന് ചാക്കിട്ട് കത്തിക്കുന്ന പരിപാടി നമ്മുടെ കേരള പോലീസും ദേവസ്വം ബോർഡും കഴിഞ്ഞ ഒരു 50-70 വർഷം മുമ്പ് തുടങ്ങിയത്. ഈ മലയരയന്മാരായിരുന്നു കഴിഞ്ഞ ഒരു 800 അല്ലെങ്കിൽ 900, 1000 വർഷങ്ങളായിട്ട് 3 പ്രാവശ്യം മകരവിളക്ക് ഒഴിയും ആകാശത്ത് മകരജ്യോതി എന്ന സിറിയസ് നക്ഷത്രം വരുമ്പോൾ. ഇവരെ 1950s പുറത്താക്കി. ശരിക്കും ട്രൈബൽ ഡിസ്പ്ലേസ്മെന്റ് വിഷയമാണത്. എന്നിട്ട് അതാണ് പോലീസുകാർ കയറി ചാക്കിട്ട് മുക്കി കാണിക്കുന്ന പരിപാടിയായിട്ട് മാറിപ്പോയത്. അപ്പം ഇങ്ങനെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്. സുനിതാജിക്കും എനിക്കും അതറിയാത്തതിന്റെ കാര്യം സത്യം പറയാമല്ലോ, ശബരിമല സുപ്രീം കോടതി കേസ് വരെ എനിക്കും അറിയില്ലായിരുന്നു. അറിയാത്തതിന്റെ കാരണം നമ്മൾ മുമ്പത്തെ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയും മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചയും ഉള്ളതുപോലൊരു ആത്മീയ പഠനം നമുക്കില്ല. നമുക്കിത് ചോദിക്കാനുള്ള സ്ഥലമില്ല. നമ്മൾ സ്വന്തമായിട്ട് തിയറി ഉണ്ടാക്കി അതും ഒരു ഐതിഹ്യമാണെന്ന് പറയും. അതായത് നമുക്കൊന്നും പഠിക്കണ്ട. ഹിന്ദുക്കളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചോദ്യത്തിന് ഉത്തരം അറിഞ്ഞുണ്ടെങ്കിൽ നമ്മൾ പുതിയൊരു കഥയുണ്ടാക്കും, എന്നിട്ട് അങ്ങനെ ഒരു ഐതിഹ്യം ഉണ്ടെന്ന് പറയും. ഇത് ഡോക്യുമെന്റഡ് ആണ്. അതായത് അയ്യപ്പനെ കുറിച്ച് 17-ാം നൂറ്റാണ്ടിൽ പന്തളം റോയൽ ഫാമിലിക്ക്, ഞാൻ ഡോക്യുമെന്റ്സ് അയച്ചു തരാം കാണിക്കാൻ വേണ്ടിയിട്ട്, പന്തളം റോയൽ ഫാമിലി പട്ടയങ്ങൾ കൊടുക്കുന്നുണ്ട്. 1950 കേരള ഹൈക്കോടതി അന്നത്തെ തന്ത്രി കണ്ടൊരു ശങ്കരൂരിനോടാണെന്ന് തോന്നുന്നു, ശങ്കരൂരിനോട് ചോദിക്കുന്നുണ്ട്. ശങ്കരൂർ പറയുന്നുണ്ട് ഇത് വാവരാണ്. കഴിഞ്ഞ 10 നൂറ്റാണ്ടായിട്ട് 1000 വർഷമായിട്ട് വാവർ ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അത് വാവരല്ല, വാവരെന്ന് കള്ളം പറയുന്നത് മനസ്സിലെ ഇസ്ലാമോഫോബിയ കൊണ്ടാണ്. ബാബുരൻ ആരാ ശരിക്ക്? ഈ വാവരൻ എന്ന് പറയുന്നത് ഇവരുണ്ടാക്കുന്ന ഒരു തിയറിയാണ്. അതായത് എങ്ങനെങ്കിലും വാവരെ മാറ്റണമല്ലോ. അവിടെയാണ് ഞാൻ ഗോപാലകൃഷ്ണൻജി ഒക്കെ ബഹുമാനിച്ചും ആദരിച്ചും കൊണ്ടൊരു വീഡിയോ ചെയ്തു. അറ്റ്ലീസ്റ്റ് ഗോപാലകൃഷ്ണൻജി വാവരാണെന്നെങ്കിലും സമ്മതിക്കുന്നുണ്ടല്ലോ. അവിടെയാണ് ഈ ഷെയ്ഡ്സ് ഓഫ് സാഫ്രൺ എന്ന് പറയുന്നത്. ഗോപാലകൃഷ്ണൻജി പറയുന്നത് എന്താ, വാവരുണ്ട്, വാവരൊരു ചങ്ങാതിയാണ്, അത് പ്രസംഗം ശരിയല്ല കേട്ടോ, പ്രസംഗം ശരിയാണെന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഗോപാലകൃഷ്ണൻജി വാവരുടെ മുസ്ലിം സ്വത്തും അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ വേറെ ചില ആൾക്കാരുണ്ട്, അവര് കള്ളം പറഞ്ഞ് വാവരേ അല്ല വാപുരനാണെന്ന് പറയുന്നുണ്ട്. അത് മനസ്സിലെ വിദ്വേഷമാണ്, മനസ്സിലെ എന്താ പറയുക, വിദ്വേഷ രാഷ്ട്രീയമാണ്. അങ്ങനെ കഥാപാത്രം ഉണ്ടോ? ആരാ വാബുരൻ? ചില ഭൂതഗണങ്ങളിൽ വാപുരൻ ഒരു റെഫറൻസ് ഉണ്ട്. അത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വാവരെ എങ്ങനെങ്കിലും ഹിന്ദുവൽക്കരിക്കാനും വാവര് മുസ്ലിം അല്ലെന്നും പറയാൻ വേണ്ടി പല ആൾക്കാരും ദുരുപയോഗം ചെയ്യുക. നമ്മുടെ കണ്ണിന്റെ ഫ്രണ്ടിൽ കാണുകയല്ലേ, ആ പള്ളിയുടെ ഫ്രണ്ടിൽ വെച്ചാണ് പേട്ട തുള്ളുന്നത്. ഇന്ന് ഒരു രസം കൂടെ അറിയാമോ, അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങളിൽ പേട്ടതുള്ളി വരും. രണ്ടാമത്തെ സംഘം വാവര് പള്ളിയുടെ ഫ്രണ്ട് ജസ്റ്റ് അങ്ങ് തൊഴുതിട്ട് പോകും. കാരണം ആദ്യത്തെ സംഘത്തിന്റെ കൂടാണ് 1000 വർഷം മുമ്പ് വാവര് ശബരിമലയ്ക്ക് പോകുന്നത്. ഇന്നും ലിവ്ഡ് റിയാലിറ്റിയായി തുടങ്ങുന്ന സാധനങ്ങളെ കുറിച്ച് ഒരു ഉളുപ്പില്ലാതെ കള്ളം പറയുകയാണ്.
അങ്ങനെ കള്ളം പറയുന്നതിന്റെ ഉദ്ദേശം എന്താ? എങ്ങനെങ്കിലും മുസ്ലിം അപരത്വം ഉണ്ടാക്കണം, മുസ്ലിങ്ങൾ നമ്മുടെ ഭാഗമല്ലെന്ന്. രാഹുൽ അറിയാവുന്ന കഥ പറയൂ. എങ്ങനെയാണ് വാവര അയ്യപ്പനെ കണ്ടുമുട്ടുന്നത്? എന്താണ് പള്ളി അതായത് ക്ഷേത്രമായിട്ടുള്ള ബന്ധം? വാവരും അയ്യപ്പനും, വാവരൊരു ട്രേഡറാണ്. വാവര് ഉരു ദേശത്തുനിന്ന്, ഊർ ദേശത്തുനിന്ന്, ഇറാഖിൽ നിന്ന് ചിലർ പറയുന്നു, ചിലർ ടർക്കിയിൽ നിന്ന് പറയുന്നു. ഇതിനെക്കുറിച്ച് നമ്മുടെ സോഴ്സ് എന്താണെന്നും കൂടെ നോക്കാം. എന്തെങ്കിലും റെഫറൻസ് വേണമല്ലോ, വെറുതെ എന്റെ കയ്യിൽ നിന്ന് ഒരു തിയറി ആവരുതല്ലോ. ഒന്ന്, അയ്യപ്പൻ പാട്ടുകളുണ്ട്, നൂറ്റാണ്ടുകളായി വരുന്ന അയ്യപ്പൻ പാട്ടുകൾ. രണ്ട്, PR രാമവർമ്മ രാജ, അദ്ദേഹം പൂഞ്ഞാറിൽ ജനിച്ച അയ്യപ്പന്റെ റോയൽ ഫാമിലി ജനിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ശബരിമല ചരിത്രം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്, ഞാൻ അത് വായിച്ചു തരാം. അത്. മൂന്ന്, ഡോക്ടർ S.K. നായർ, മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ മലയാളം വിഭാഗം ഹെഡാണ്. S.K. നായർ സാർ എഴുതിയ പുസ്തകം. ഇതനുസരിച്ചടക്കം ഡോക്യുമെന്റ്സും റെഫറൻസും ഉണ്ട്. ശബരിമലയെ കുറിച്ച് ഒരു ചരിത്ര റെഫറൻസ് ഇതിനെക്കുറിച്ച് ഇല്ലെങ്കിലും വാർഡും കോർണറും 1812 രണ്ട് ബ്രിട്ടീഷ് ലെഫ്റ്റനൻസ് വാർഡും കോണറും ശബരിമലയെ വരികയും അന്ന് ശബരിമലയിൽ 15,000-ഓളം ആൾക്കാർ വരുന്നുണ്ടെന്ന് വോളിയം 2 പേജ് നമ്പർ 136 വാർഡ് ആൻഡ് കോണർ മെമ്മോയർ ഓഫ് ദി സർവേ ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ റിപ്പോർട്ട്സ്. ഇത് കേരള ഗവൺമെന്റിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണെന്ന് കേരള ഗവൺമെന്റ് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ഡോക്യുമെന്റ്സ് ഉണ്ട്. നമുക്കറിയില്ല. നമുക്കറിയാത്തപ്പോ എന്ത് ചെയ്യും? നമ്മൾ കഥയുണ്ടാക്കും. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താ അറിയോ? സ്ഥിരം കേൾക്കുന്ന ഒരു കഥയുണ്ട്. 100 വർഷം മുമ്പ് 5,000 പേരായിരുന്നു, ഇന്ന് 5 കോടി പേരാണ് ശബരിമല വരുന്നത്. 100 വർഷം മുമ്പ് 5,000 പേരല്ല, ഇന്ന് 5 കോടി പേരും ഇല്ല. ശരിക്കും ശബരിമല വരുന്ന 50 ലക്ഷം മുതൽ 60 ലക്ഷം വരെ ആൾക്കാരാണ് ഈ മണ്ഡല മകരവിളക്ക് കാലത്ത് വരുന്നത്. എല്ലാം കൂടെ 1 കോടിയിൽ പരം ആൾക്കാർ വരുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മളൊരു പ്രാസത്തിന് വേണ്ടി പറയുകയാണ് അന്ന് 5,000, ഇന്ന് 5 കോടി. ശരിക്കും അന്ന് 5,000 എന്നുള്ളതും തെറ്റാണ്, ഇന്ന് 5 കോടി എന്നുള്ളതും തെറ്റാണ്. അപ്പോ ഇതിനെക്കുറിച്ച് ഡോക്യുമെന്റഡ് ആൻഡ് വെരിഫയബിൾ ഫാക്ട്സ് അവൈലബിൾ ആണ് ഇഫ് യു സെർച്ച്. സോറി, അപ്പം വാവർ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, വാവര് ഈ ദേശത്ത് ട്രേഡിനും മറ്റും വന്നതാണ്. ഫസ്റ്റ് വാവരും അയ്യപ്പനും തമ്മിൽ ഒരു കോൺഫ്രണ്ടേഷൻ പോലെ വരുന്നുണ്ട്. അതായത് പുതിയ സ്ഥലത്തേക്ക് ആള് വരുമ്പോൾ. പക്ഷെ വാവറിന്റെ നല്ല ക്യാരക്ടർ കണ്ടും അയ്യപ്പനെ വാവർക്ക് ഇഷ്ടപ്പെട്ടും രണ്ടുപേരും സുഹൃത്തുക്കളാകുകയാണ്. എന്നിട്ട് അയ്യപ്പൻ ഉദയനൻ എന്നൊരു കാട്ടുകള്ളൻ, മറവപ്പടയുടെ തലവനാണ്, ശബരിമല പിടിച്ചടക്കുന്നത്. അയാളെ ജയിക്കാൻ നമ്മുടെ വാവറുടെ മുസ്ലിം സൈന്യം അടക്കം ശബരിമലയ്ക്ക് വേണ്ടി പോരാടിയതാണ്, അയ്യപ്പന് വേണ്ടി പോരാടിയതാണ്. അതിന്റെ മെമ്മറിയിലാണ് ഈ പേട്ട തുള്ളുന്നത്. അതായത് സുനിതാജി ആർമിയെ കണ്ടിട്ടുണ്ടെങ്കിൽ ആർമിക്കാർക്ക് ആർമി ഡ്രിൽ എന്നൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മുടെ മുസ്ലിങ്ങൾ നാരാഹെ തക്ബീർ അല്ലാഹു അക്ബർ എന്നോ, അല്ലെങ്കിൽ ഹർ ഹർ മഹാദേവ് എന്നോ, അല്ലെങ്കിൽ ജോ ബോലെ സോനിഹാൽ സത്ശ്രീയാകാൽ എന്നോ സിഖുകാരൊക്കെ പറയും. അതേപോലെ അയ്യപ്പൻ ആർമിയുടെ മുദ്രാവാക്യമാണ് സ്വാമിയെ ശരണം അയ്യപ്പ. അയ്യപ്പ റെജിമെന്റിന്റെ മുദ്രാവാക്യമാണ്. അവരുടെ ഡ്രസ് കോഡാണ് ബ്ലാക്ക്, അവരുടെ ബാക്ക് പാക്ക് ആണ് തല, അതായത് ഇരുടിക്കെട്ട്. ഇതൊരു മിലിറ്ററി ഹിസ്റ്ററിയും കൂടെ ഇതിനകത്തുണ്ട്. അപ്പോ വാവർ അയ്യപ്പന്റെ സുഹൃത്താണ്. ശബരിമല തിരിച്ചു പിടിക്കാൻ അയ്യപ്പനെ സഹായിച്ചത് വാവരാണ്. വാവരെ നിന്ദിക്കുന്നത് അയ്യപ്പനെ നിന്ദിക്കുന്നത് പോലെയാണ്. അപ്പൊ ഈ പേട്ടതുള്ളിൽ രാഹുൽ പറഞ്ഞത് മിലിറ്ററി ഡ്രില്ലാണ്. ഇനി ഞാൻ മനസ്സിലാക്കുന്നത് സുനിതാജി അങ്ങനെ വലിയൊരു ദൈവവിശ്വാസിയല്ല എന്നുള്ളതാണ്. പക്ഷെ ഇതിനെല്ലാം സാംസ്കാരികമായി മനസ്സിലാക്കുന്നു എന്നാണ്. നമുക്ക് ദൈവത്തിനെ മാറ്റാം, ദൈവമേ അങ്ങ് മാറ്റാം. ശബരിമലയെ കുറിച്ച് എല്ലാം നോക്കിക്കോളൂ, അതൊരു മിലിറ്ററി ബിൽഡപ്പാണ്. അതായത് പേട്ടതുള്ളൽ എന്ന് പറഞ്ഞാൽ മിലിറ്ററി ഡ്രില്ലാണ്. അവരുടെ റെജിമെന്റിന്റെ പേരാണ് അയ്യപ്പ റെജിമെന്റ്. അവരുടെ വാർക്രൈ ആണ് സ്വാമിയെ ശരണം അയ്യപ്പ. അവരുടെ ബാക്ക് പാക്ക് ആണ് ഇരുമുടിക്കെട്ട്. അവരുടെ ക്യാമോഫ്ലാഷ് ആണ് കറുത്ത വസ്ത്രം. ഇനിയും ഓരോ സ്ഥലങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇഞ്ചിപ്പാറക്കോട്ട, തലപ്പാറക്കോട്ട, ഓരോ കോട്ടകൾ കീഴടക്കി ഫൈനലി ഈ ശബരിമലയെ തിരിച്ചു പിടിക്കുകയാണ് മിസ്റ്റർ മണികണ്ഠൻ. ഞാൻ ദൈവമായി കാണുന്ന മിസ്റ്റർ എന്ന് പറയുന്നത് തന്നെ ചരിത്രവൽക്കരിക്കാനാണ്. മിസ്റ്റർ മണികണ്ഠൻ ചെയ്തതാണ്. ഇന്നും എരുമേലിയിൽ ഒരു സ്കൂളുണ്ട്. അതായത് 2024 നവംബർ 17 കാര്യം പറയുന്നു. ആ സ്കൂളിന്റെ പേര് വാവർ മെമ്മോറിയൽ സ്കൂൾ എന്നാണ്. ഹിന്ദുക്കളുടെ പ്രശ്നം നമുക്കൊരു അയ്യപ്പ മെമ്മോറിയൽ സ്കൂളില്ല എന്നുള്ളതാണ്. വാവർ മെമ്മോറിയൽ സ്കൂളാണ്. വാവർ മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ വാവരെ ഓർക്കാനുള്ള സ്കൂളാണ്. നമുക്ക് ഈ മണികണ്ഠൻ മെമ്മോറിയൽ സ്കൂളോ മണികണ്ഠൻ മെമ്മോറിയൽ സാധനവും ഇല്ല. നമുക്കിതെല്ലാം കുറെ പുരാണങ്ങളും കഥകളും മാത്രമാണ്. അതിന് ഈ മുസ്ലിം ഫാമിലി ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അവരുടെ മുസ്ലിങ്ങൾ നടന്ന സ്കൂളാണ്. പ്രശ്നം നമ്മുടെ ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് സ്പിരിച്വൽ എന്ന വാക്കേ മാറ്റാം, ഒരു സോഷ്യോ കൾച്ചറൽ എഡ്യൂക്കേഷൻ ഇല്ല. ഉള്ള കൾച്ചർ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് മുഴുവൻ മുസ്ലിം വിരോധമാണ്. അതാണ് ഇതിന്റെ പ്രശ്നം. ഒരു ബേസിക് ആയ ഒരു സോഷ്യോ കൾച്ചറൽ എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല. എന്തെങ്കിലും സംസ്കാരം എന്ന് പറഞ്ഞു തുടങ്ങിയാൽ അത് പിന്നെ ഈ തീവ്ര ദേശീയതയുടെയോ ഈ സ്യൂഡോ നാഷണലിസം, സ്യൂഡോ സെക്കുലറിസം പോലെ സ്യൂഡോ നാഷണലിസത്തിന്റെ കവർ ഇട്ട് ഇസ്ലാമോഫോബിയ കൊടുക്കുന്നത്. ഇത് രണ്ടുമല്ലാത്തൊരു സ്പേസ് ഉണ്ടാക്കണം. അതിന്റെ ഏറ്റവും വലിയ ലക്ഷണങ്ങളാണ് വാവര്, വെളുത്ത, അയ്യപ്പൻ. ഇത് മൂന്നും നമ്മുടെ നാടിന്റെ വലിയൊരു പൈതൃകമാണ്. വെളുത്ത എന്ന് പറഞ്ഞാൽ ആർത്തിങ്കൽ ക്രിസ്ത്യൻ പള്ളിയിലെ
വെളുത്തച്ഛനോ പള്ളിയിലച്ഛനോ ആണ്. ഇന്നും അവരുടെ ഉത്സവം നമ്മുടെ ജനുവരി 14 ശബരിമലയായിട്ട് കോയിൻസൈഡ് ചെയ്താണ് അത് പോകുന്നത്. ഈ മുസ്ലിങ്ങൾ വിഗ്രഹാരാധനയിൽ വിശ്വസിക്കുന്നില്ല. അവർക്ക് വാവര് മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ഒന്നും യാതൊരു വിഷയമില്ല. അവർക്ക് ഈ പള്ളിയിലും ഈ ആചാരത്തിലൊന്നും വിശ്വാസമില്ല. ഹിന്ദുക്കളാണ് ഇതിൽ. ഒരു കാര്യം കൂടെ, അതും മുസ്ലിങ്ങൾ ഒരു ഡിഫെൻസീവിന് വേണ്ടി എടുക്കുന്നതാണ്. പല മുസ്ലിങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, മുസ്ലിം നിങ്ങൾക്ക് വാവരിൽ താല്പര്യമില്ല എന്ന് പറയാൻ നിങ്ങളുടെ തെറ്റാണ്. നിങ്ങളുടെ ഒരു പൂർവികനാണ് വാവർ. വാവര് ഹിന്ദു അല്ല. വാവർ ഒരു ഹിന്ദു ആചാരവും പിന്തുടർന്നിട്ടില്ല. വാവരെ ആദരിച്ചപ്പം മുസ്ലിം തിയോളജിയെ കൂടെ ബഹുമാനിച്ചാണ്, മുസ്ലിം ദൈവശാസ്ത്രത്തെ ബഹുമാനിച്ചാണ് അമ്പലത്തിനുള്ളിൽ പോലും വാവരെ ആദരിച്ചിരിക്കുന്നത്. അതായത് വെറുതെ വാവരുടെ ഒരു പ്രതിമ ഉണ്ടാക്കി വെക്കാറുണ്ടല്ലോ. പക്ഷെ വാവർക്ക് പ്രതിമ പാടില്ല, വാവർക്ക് വിഗ്രഹം പാടില്ല, വാവർക്ക് സഗുണാരാധന പാടില്ല. അവിടെയാണ് വാവര് നല്ല മുസ്ലിമും അയ്യപ്പൻ നല്ല ഹിന്ദുവാണ്. വാവരുടെ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നു, അയ്യപ്പന്റെ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നു. രണ്ടുപേരുടെ ഇടയിലും സൗഹാർദ്ദവും സാഹോദര്യവും ഉണ്ട്. അതാണ് ഇന്ത്യൻ മോഡൽ ഓഫ് സെക്കുലറിസം, പ്ലൂറലിസം. മഹാത്മാഗാന്ധിയും മൗലാന ആസാദും എന്ന് എടുത്താൽ മതി. മഹാത്മാഗാന്ധി രാമഭക്തനാണ്, വിശ്വാസിയാണ്. മൗലാന ആസാദ് പരിശുദ്ധ ഖുറാൻ പണ്ഡിതനാണ്. ഇവർക്ക് രണ്ടുപേർക്കും അവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ സാഹോദര്യം ഉണ്ടാക്കി. നേരെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ, നിരീശ്വരവാദിയായ ജിന്നയും നിരീശ്വരവാദിയായ സവർക്കറുമാണ് ആത്യന്തികമായ പാർട്ടീഷൻ വേണമെന്ന് പറഞ്ഞത്. ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്ന ആശയം നിരീശ്വരവാദിയായ രാമഭക്തനല്ലാത്ത, പശു സംരക്ഷകനല്ലാത്ത, വിശ്വാസി അല്ലാത്ത സവർക്കറാണ് ഈ ഹിന്ദു രാഷ്ട്ര ആശയത്തിന് പ്രോത്സാഹനം കൊടുത്തത്. എവിഡന്റ്ലി മുസ്ലിം രാഷ്ട്ര ആശയം പറഞ്ഞ ജിന്ന മദ്യപിക്കുന്ന, പന്നിയിറച്ചി കഴിക്കുന്ന, ഇസ്ലാം മതത്തിന്റെ തത്വങ്ങളിൽ വിശ്വാസമില്ലാത്തൊരു വ്യക്തിയാണ്. എന്നാൽ ഖുറാൻ പണ്ഡിതനായ മക്കത്ത് ജനിച്ച മൗലാന അബുൽ കലാം ആസാദ് യഥാർത്ഥ ഖുറാൻ പണ്ഡിതനാണ്. പുള്ളി മതസൗഹാർദ്ദവാദിയും ഹിന്ദു മുസ്ലിം ഐക്യം വേണമെന്നും വിശ്വസിച്ചതാണ്. അവിടെയാണ് ഈ പൊളിറ്റിക്കൽ ഹിന്ദുത്വക്കും പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റിനും പരസ്പരം അടികൂടി ജീവിക്കാനാണ് ഇഷ്ടം. സാധാരണ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒന്നിക്കാനാണ് ഇഷ്ടം. പക്ഷെ പൊളിറ്റിക്കൽ ഹിന്ദുത്വക്കും പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റിനും എപ്പോഴും ശത്രുക്കൾ ആവശ്യമാണ്. അപ്പൊ നമുക്ക് ആ ശത്രുത ഇല്ലാതാക്കണമെങ്കിൽ സ്പിരിച്വൽ എന്നോ ഹാർമോണിയസ് എന്നോ പേരെന്ത് വിളിച്ചാലും കുഴപ്പമില്ല, ആ കോണ്ടന്റ് ആവശ്യം. എപ്പോഴും ഒരു ഹിന്ദു പൊസിഷനിൽ നിന്നാണ് ഈ കാര്യങ്ങൾ പറയുന്നു, പിന്നെ വിശ്വാസിയുടെ ഹിന്ദു പൊസിഷനിൽ നിന്ന് നോക്കി കാണുന്നു. അപ്പൊ ആ രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ മുസ്ലിങ്ങൾക്ക് ചിലപ്പോൾ വാവര് പള്ളി വേണമായിരിക്കും, വേണ്ടായിരിക്കും, അവർ വിശ്വസിക്കുന്നുണ്ടാവും, ഇല്ലായിരിക്കും. പക്ഷെ അയ്യപ്പ ക്ഷേത്രവും മണികണ്ഠനും വാവരും ഇത്തരം ഐതിഹ്യങ്ങളും മിത്തും പുരാണങ്ങളും ചരിത്രവും ഒക്കെ ഇതുപോലെ തന്നെ നിലനിർത്തി കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം എന്താണ്? കേരളത്തിന് എന്താണ് അതിന്റെ ആവശ്യം? ഈ കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രോട്ടോടൈപ്പും ടെംപ്ലേറ്റും ഈ മതസൗഹാർദ്ദമാണ്. രാഹുൽ ഈശ്വറിനെ വിടാം. CMB എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്, CP ജോൺ, നല്ല ഇന്റലക്ച്വലാണ്. CMBയുടെ പൊളിറ്റിക്കൽ മാനിഫെസ്റ്റോയിൽ അയ്യപ്പനെയും വാവരെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് ഒരിക്കൽ CP ജോൺ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു മാതൃകയാണ്. ഇതിനെ എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം. ഇനി അയ്യപ്പൻ വാവർ എന്ന് വിളിക്കുന്ന പേര് മഹാത്മാഗാന്ധി, മൗലാന ആസാദ് എന്ന് വിളിക്കാം. ഇത് വ്യത്യസ്ത മതങ്ങളിലുള്ള വിശ്വാസികൾക്ക് ഒരുമിച്ച് ചേരാനുള്ള സ്പേസ് ഉണ്ടെന്നും അവരവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ പാലങ്ങൾ നിർമ്മിക്കാം, ബ്രിഡ്ജസ് നിർമ്മിക്കാം എന്നുള്ളതിന്റെ തെളിവാണ്. അതിന്റെ വലിയൊരു തെളിവാണ് ഷാറൂഖ് ഖാനും ഭാര്യ ഗൗരിയും. ഷാറൂഖ് ഖാൻ വിശ്വാസിയാണ്, അല്ലെങ്കിൽ വിശ്വാസത്തോട് അടുത്ത് നിൽക്കുന്നതാണ്. ഗൗരി മതം മാറിയിട്ടില്ല, ഷാറൂഖ് ഖാൻ മതം മാറിയിട്ടില്ല. ഒരു മോന്റെ പേര് ആര്യൻ എന്നാണ്, വേറൊരു മോന്റെ പേര് അബ്രാം എന്നാണ്. ഈ ഒരു ബാലൻസ് പോസിബിൾ ആണ്. ഈ ബാലൻസിന്റെ നല്ലൊരു പ്രോട്ടോടൈപ്പാണ് നമ്മുടെ അയ്യപ്പനും വാവരും. അതൊക്കെ കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ മതസൗഹാർദ്ദം നിൽക്കുന്നത്. ഗാന്ധിയൻ ലൈൻ എന്ന് പറയാം, വിവേകാനന്ദന്റെ ലൈൻ എന്ന് പറയാം, മണികണ്ഠന്റെ ലൈൻ എന്ന് പറയാം, ശ്രീനാരായണ ഗുരുദേവന്റെ ലൈൻ എന്ന് പറയാം. ഇതൊരു ലൈനാണ്. അതായത് ഈ ലൈനിന്റെ അപ്പുറത്തും ഇപ്പുറത്തും എന്താണ്? ഹിന്ദു മാത്രം മതി, ഹിന്ദു രാഷ്ട്രവും ഹിന്ദുത്വ രാഷ്ട്രവും വേണം. നേരെ മറിച്ച് മറ്റേ ഇസ്ലാമിക രാഷ്ട്രം വേണം, ഇസ്ലാമിസ്റ്റ് മാത്രം മതി. അല്ലെങ്കിൽ ഇനി വേറെ തിരിച്ചെന്താ, തീവ്ര മതേതരവാദം മാത്രം മതി. ഈ വിശ്വാസങ്ങളെല്ലാം തെറ്റാണ്. ഈ മൂന്ന് ലൈനും അപ്പുറം ഒരു മധ്യപാത വേർ വി ക്യാൻ ഓൾ കോ എക്സിസ്റ്റ് ഹാപ്പിലി. ഈ പൊസിഷനാണ് അയ്യപ്പനും വാവരും നിലനിൽക്കേണ്ടതിന്റെ ആവശ്യം. ആ ടെംപ്ലേറ്റ് ആണ്. അപ്പൊ തീവ്ര ഹിന്ദുത്വവാദികള് വാവര് പള്ളിയൊന്നും പൊളിച്ചു കളയാതിരിക്കട്ടെ, അതവിടെ നിലനിൽക്കട്ടെ. ചെയ്തില്ല, അവർക്ക് വാവരെയൊന്നുമല്ല, അവർ ആരെങ്കിലും ചാനൽ ചർച്ചയൊക്കെ നടത്തുന്ന വാവര് പള്ളി പൊളിക്കണോ വേണ്ടേ, നമുക്ക് ഇന്ന് അതങ്ങ് പൊളിച്ചു കളഞ്ഞേക്കാം എന്നൊക്കെ ചാനൽ. 8 വർഷം മുമ്പ് എന്റെ 1 മില്യൺ അധികം പോയൊരു വീഡിയോ ഉണ്ട്. 8 വർഷം മുമ്പ് നമ്മുടെ ഭാർഗവ സ്വാമികൾ, മറ്റേ ഹിന്ദു ഐക്യതയുടെ മറ്റേ ചെങ്കോട്ട് ഓണത്തിന്റെ ലൈനേജ് ഉള്ള ഭാർഗവരാമസ്വാമികൾ, ഞാനും പുള്ളിയും കൂടെ അടികൂടുന്നുണ്ട്. സുനിതാജിക്ക് അറിയുമ്പോൾ കൗതുകം തോന്നും. ഈ തീവ്ര ഹിന്ദുത്വവാദികളുടെ ഒരു വിഭാഗം രാഹുൽ ഈശ്വർ ഉമ്മൻചാണ്ടിയുടെ കാശ് മേടിച്ചിട്ടാണ് വെളുത്തയെ കുറിച്ച് പറയുന്നതെന്ന് പുസ്തകം വരെ എഴുതിയിട്ടുണ്ട്. അതായത് അന്ന് ക്രിസ്ത്യാനികളുടെ വോട്ട് നോക്കുന്നില്ലായിരുന്നു. ഇപ്പൊ ഒരു 15 വർഷം മുമ്പത്തെ കഥയാ പറയുന്നത്. അന്ന് ക്രിസ്ത്യാനികളെ താല്പര്യമില്ലായിരുന്നു. അന്ന് കൂടുതൽ ശത്രുത. ഞാനൊക്കെ ആക്ടിവിസം തുടങ്ങിയപ്പം വലതുപക്ഷക്കാർക്ക് ക്രിസ്ത്യാനികളെയായിരുന്നു കൂടുതൽ ദേഷ്യം.
ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ ഹിന്ദുക്കളെ കൺവേർട്ട് ചെയ്തുകൊണ്ട് പോവുകയാണ്. ആന്ധ്രയിലൊക്കെ ഗ്രാമാന്തരങ്ങൾ കൺവേർട്ടായി പോവാന്നൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത്. ഇന്ന് അങ്ങനെയൊന്നും പറയാറില്ല. അപ്പൊ അന്ന് ഞാന് ഈ ക്രിസ്ത്യാനികളുടെ നിന്ന് കാശ് മേടിച്ചും ഉമ്മൻചാണ്ടിയുടെ നിന്ന് ഫേവർ കിട്ടാൻ വേണ്ടിയാണ് വെളുത്തയെക്കുറിച്ചും വെളുത്തച്ഛനെ കുറിച്ചും പറയുന്നതെന്ന് അന്ന് മുതലേ പറയുന്നുണ്ട്. ഇതിനുശേഷം വാവരെ കുറിച്ച് ഞാനും ശശികല ടീച്ചറുമായിട്ട് പബ്ലിക്കലി തർക്കമായിട്ടുണ്ട്. ഈ ഇന്ന് തോന്നുന്നുണ്ട് വെളുത്തയ്ക്ക് ഒന്നുമില്ല അല്ലെ? ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടോ? അല്ലല്ല, വെളുത്ത അടക്കമുള്ള വെളുത്ത അയ്യപ്പന്റെ അഡ്മിഷൻ എടുത്തു കൊടുത്ത ആളാണ്. അതായത് വെളുത്ത ആരാന്ന് പറഞ്ഞാൽ പന്തളം ദേശക്കാരനായ മിസ്റ്റർ മണികണ്ഠനെ അന്നത്തെ ഈ ആലപ്പുഴയുടെ അടുത്തുള്ള ചീരപ്പഞ്ചിറ കളരിയിൽ വന്നപ്പോ ഈ വെളുത്തയാണ് അയ്യപ്പൻ അഡ്മിഷൻ എടുത്തു കൊടുക്കുന്നത്. ഞാൻ ഇന്നും വെളുത്ത കേൾക്കുമ്പോൾ നമുക്ക് കൗതുകം തോന്നും. അതായത് ഞാൻ പലപ്പോഴും പറയുമ്പോൾ ആൾക്കാർ എന്നോട് പറയും, രാഹുൽ ഈശ്വർ മോഡേൺ കാലഘട്ടത്തോടും കൂടെ ചേർത്ത് വെച്ച് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. അല്ല, ഇഫ് യു എക്സ്പ്ലോർ ഇറ്റ് ഈസ് സോ ഫാസിനേറ്റിംഗ്. അതായത് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഈ ടെംപ്ലേറ്റ് നമ്മുടെ സബ് കോൺഷ്യസിൽ കിടക്കുന്നതാണ്. അതായത് ഈ ടെംപ്ലേറ്റ് ഞാൻ ഇന്ന് ഭംഗിവൽക്കരിച്ച് പറയുന്നതല്ല, നമ്മുടെ പോയി നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന റിയാലിറ്റിയാ. ഇന്നും അർത്തുങ്കൽ പള്ളിയിലാണ് അയ്യപ്പന്റെ അമ്മയെ കുറിച്ച് റെഫറൻസുകൾ ഉള്ളത്. അയ്യപ്പന്റെ അമ്മയുടെ പേര് മായ എന്നാണ്. ഞാൻ ACVക്ക് വേണ്ടി പോയ പരിപാടിയിൽ ഇവിടെ എല്ലാം പോയി എടുത്തിട്ടുണ്ട്. അയ്യപ്പൻ അഡ്മിഷൻ എടുക്കാൻ വന്നപ്പോ, അതായത് ഇന്നത്തെ ഭാഷയാണ് കേട്ടോ, നമ്മളിപ്പോ എന്റെ മക്കളെല്ലാം ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചത്, എന്റെ അമ്മ ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചത്, ഞാൻ പഠിച്ചത്. ക്രിസ്ത്യാനികൾക്ക് പണ്ടേ ഈ എഡ്യൂക്കേഷൻ അടക്കമുള്ള പല കാര്യങ്ങളിലും ബ്രിട്ടീഷുകാരൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അവർ ഇത്തരം കാര്യങ്ങൾ ഇൻഡസ്ട്രിയസ് ആണ്. അപ്പം ഈ വെളുത്ത എന്ന് പറയുന്ന അർത്തുങ്കലിലെ വ്യക്തിയാണ് ചീരപ്പഞ്ചിറ കളരിയിൽ അയ്യപ്പൻ മണികണ്ഠൻ അഡ്മിഷൻ എടുക്കുന്നത്. അവിടത്തെ ലീല അല്ലെങ്കിൽ ലളിതയാണ് യഥാർത്ഥത്തിൽ മാളികപ്പുറത്തമ്മ. ആ മാളികപ്പുറത്തമ്മയും അയ്യപ്പനും തമ്മിലുള്ള ലവ് അഫെയറോ അല്ലെങ്കിൽ ഇഷ്ടമോ ആണ് ഇപ്പോഴും നമ്മൾ പറയുന്ന നമ്മുടെ ആ മാളികപ്പുറത്തമ്മ. അതായത് ധർമ്മശാസ്ത്ര വിഗ്രഹത്തിലേക്ക്, അവിടെയാണ് ശ്രീ സന്ദീപ് ആനന്ദഗിരിയോടൊക്കെ ബഹുമാന പ്രശ്നം വിയോജിക്കുന്നത്. ധർമ്മശാസ്താവിന് 2 ഭാര്യമാരുണ്ട്, പൂർണ്ണ പുഷ്കല. അയ്യപ്പനാണ് നൈഷ്ഠിക ബ്രഹ്മചാരി. ധർമ്മശാസ്താവിന്റെ അവതാരമാണ് അയ്യപ്പൻ. ഇതേപോലെ മാളികപ്പുറത്തമ്മ മധുര മീനാക്ഷിയാണ്, അതിന്റെ അവതാരമാണ് ലീല അല്ലെങ്കിൽ ലളിത എന്ന് പറയുന്ന ഈ വാരിയർ വുമൺ. ഇതൊന്നും രാഹുൽ ഈശ്വർ പറയുന്നത് വിശ്വസിക്കേണ്ട. ഡോക്ടർ SK നായർ 50 or 60 വർഷം മുമ്പ് എഴുതിയ പുസ്തകം, 1944 രാമവർമ്മ രാജ എഴുതിയ പുസ്തകം, ഇതെല്ലാം ഡോക്യുമെന്റ് ആയി കിടപ്പുണ്ട്. അതായത് ഇന്നത്തെ രാഷ്ട്രീയം വെച്ചല്ലല്ലോ 1940 ആരും പുസ്തകം എഴുതുന്നത്. ഇത് ഡോക്യുമെന്റ് അവർ ചെയ്തിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ റിവൈവ് ചെയ്താൽ മതി, അതാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോ രാഹുൽ, കുറെ കാലത്തിന് ശേഷം നമ്മൾ സംസാരിക്കുകയാണ്, ഉറക്കൊഴിച്ച് സംസാരിക്കുകയാണ്. സമയം 3 മണിയായി രാത്രി. ഇവിടെ സമയം 4 മണിയായി. അവിടെ പറയുമ്പോഴും ആ ഊർജ്ജം ഉള്ളത്. സുനിതാജിയോട് പറയാനുള്ള രസകരമായ കാര്യം, നമ്മുടെ സ്വാതന്ത്ര്യദിനം, അതായത് ഇന്ത്യയുടെ 1947 ഓഗസ്റ്റ് 15 കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായ ഒരു കൂട്ടം ആൾക്കാർ മഹാത്മാഗാന്ധിയെ കാണാൻ വരുമ്പോൾ മഹാത്മാഗാന്ധി അവരോട് പറയുന്ന ഒരു വാചകമുണ്ട്. അത് ഇന്ത്യയുടെ ടോട്ടൽ ടെംപ്ലേറ്റാണ്. മഹാത്മാഗാന്ധി പറയുന്നുണ്ട്, നമുക്കിടയിൽ ഒരുപാട് രാഷ്ട്രീയ വ്യത്യാസങ്ങളുണ്ട്. ഞാൻ സോഷ്യലിസ്റ്റ് ആണ്, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകളാണ്. നമുക്കിടയിൽ പൊളിറ്റിക്കൽ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഹിന്ദു മുസ്ലിം ഐക്യം നിലനിർത്താൻ, മതസൗഹാർദ്ദം നിലനിർത്താൻ, വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടയിൽ ഒരു ബഹുസ്വരത എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല, പക്ഷെ അതാണ് ഉദ്ദേശിക്കുന്നത്, ഒരു ബഹുസ്വരത നിലനിർത്താൻ നമ്മൾ എല്ലാവരും ശ്രമിക്കണം. അതായത് രാഷ്ട്രീയപരമായ വ്യത്യാസം ഉണ്ടായിരിക്കാം, പക്ഷേ ഈ മതസൗഹാർദ്ദമെന്നോ മാനവ സൗഹാർദ്ദമെന്നോ മതാന്തര സൗഹാർദ്ദമെന്നോ വിശ്വമാനവികതയെന്നോ എന്ത് പേര് വിളിച്ചാലും കുഴപ്പമില്ല. ഈ പേരിന്റെ പേരിലാണ് അടി. ലെഫ്റ്റിസ്റ്റുകൾ പറയും മതസൗഹാർദ്ദമല്ല മാനവ സൗഹാർദ്ദമാണ് വേണ്ടത്. അങ്ങനെങ്കിൽ അങ്ങനെ മതസൗഹാർദ്ദമെന്നോ മാനവ സൗഹാർദ്ദമെന്നോ മതാന്തര സൗഹാർദ്ദമെന്നോ എന്ത് വിളിച്ചാലും മതത്തിന്റെ പേരിൽ പരസ്പരമുള്ള വിദ്വേഷമില്ലായ്മ അത് ഇന്ത്യക്ക് ആവശ്യമാണ്. അത് നിലനിർത്താൻ നമുക്കെല്ലാം ഒരുമിച്ച് ശ്രമിക്കണമെന്നുള്ളതാണ് എന്റെ പേഴ്സണൽ റിക്വസ്റ്റ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരോട്. മതവിശ്വാസം ഉപേക്ഷിച്ചാൽ മതി, എളുപ്പമാണ്. എന്താ അറിയോ, ഞാനത് ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. മതവിശ്വാസം ഉപേക്ഷിച്ച എളുപ്പമാണോ എന്നില്ല. മതവിശ്വാസം ഉപേക്ഷിക്കുന്നവർ അതാത് മതങ്ങളിൽ ഇസ്ലാമോഫോബിയയും ഹിന്ദുഫോബിയും ഒക്കെ പ്രചരിപ്പിക്കുന്ന ഒരുപാട് കാണാറുണ്ട്. ഞാൻ ആരുടെയും പേര് മോശമാക്കാനല്ല, ബഹുമാനത്തോടെ പറയാം, മതവിശ്വാസം ഉപേക്ഷിച്ച ആളാണല്ലോ രവീന്ദ്രൻ സാർ. അങ്ങനെ ഉപേക്ഷിക്കരുത്, അതിലും ഭേദം ഉപേക്ഷിക്കാതിരിക്കുന്ന. അങ്ങനെ യുക്തിവാദികൾ മതം ഉപേക്ഷിക്കുന്നതിന് നല്ല, അവർ ഉപേക്ഷിക്കാതെ അതാത് മതത്തിൽ. ഈ രവീന്ദ്രൻ സാർ മുസ്ലിങ്ങളെ കുറിച്ച് പറയുന്നത് എനിക്ക് വിഷമമാകാറുണ്ട്. രവീന്ദ്രൻ സാർ പരിപാടിക്ക് പറഞ്ഞു, വിമർശിക്കാൻ വേണ്ടി മതം ഉപേക്ഷിക്കുന്നവരെക്കാളും നല്ലത് അവർ മതത്തിൽ തന്നെ നിൽക്കുന്നതായിരുന്നു. പുള്ളി പറയുകയാണ്, ഒസാമ ബിൻ ലാദനിൽ നിന്ന് മുസ്ലിം എടുത്തു മാറ്റിയാൽ ഒസാമ ബിൻ ലാദൻ നല്ല മനുഷ്യനാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഒഫൻഡഡ് ആയി. അങ്ങനെയുള്ളവര് രവിചന്ദ്രൻ സാർ ആൻഡ് ടീം മതം ഉപേക്ഷിക്കാത്തതായിരുന്നല്ല, അവർ അതാത് മതത്തിൽ തുടർന്നിരുന്നെങ്കിൽ സമൂഹത്തിന് അവരും കൂടി ഗാന്ധിയൻ പാതയിലേക്ക് വരണം. ഇങ്ങനെ മതം ഉപേക്ഷിക്കാതിരിക്കുകയാണ് നല്ലത്. നിങ്ങളും കൂടി ഒരു മതം ഉപേക്ഷിച്ചവരുടെ മാതൃകയായിട്ട് അവരെ ഒന്ന് എടുക്കുകയും ചെയ്യും. നമ്മൾ കുറെ പറഞ്ഞ പോലെ അത്
ഒരു സ്പിരിച്വൽ പരിസരം വേണം. നമുക്കപ്പുറത്തുള്ള എന്തോ ഒരു ശക്തി അത് ഉണ്ടെന്നും അതൊരു അപരവിദ്വേഷം നല്ല ഉണ്ടാവരുത്, അത്രേ ഉള്ളൂ. മറ്റേ മനുഷ്യൻ ആരാണെങ്കിലും അതാണ് കാരണം. ആ, എന്താ പറയണേ, അപരമത വിദ്വേഷം. ശ്രീനാരായണ ഗുരുദേവന്റെ ലൈനോ ഗാന്ധിജിയുടെ ലൈനോ അങ്ങനെ ഒരു ലൈൻ മതി, വിവേകാനന്ദന്റെ ലൈനോ. അതായത് ആരോടും ദേഷ്യമില്ല, എന്നാൽ എല്ലാരോടും എൻഗേജ് ചെയ്യാം, എല്ലാരോടും തർക്കിക്കാൻ സമ്മതിക്കാം. എന്നാൽ വി ഷുഡ് ഹാവ് എ റെസ്പെക്ട്ഫുൾ. അതൊന്നും വേണ്ട. നമ്മളുടെ എന്താ പറയാ, ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെ അവനവൻ ആത്മസുഖത്തിന് ആചരിപ്പത്, അത്രേ ഉള്ളൂ. മൂക്കിന്റെ അറ്റം വരെയൊക്കെ പോയാൽ മതി, അങ്ങോട്ട് തൊടാതിരിക്കുക, അവനവന്റെ പണി നോക്കി പോവാം. ഇപ്പൊ ഞാൻ ആരെയും ഉപദേശിക്കാനോ മതം വിടാനോ മതം സ്വീകരിക്കുന്നു പറയാനോ നിങ്ങളെ മതം ശരിയല്ല എന്ന് പറയാനോ അല്ലെങ്കിൽ ഇത് അങ്ങനെയൊന്നും പറയുന്നില്ല. പിന്നെ ഞാൻ ഓവറോൾ ഹിന്ദു ആണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നതും. പക്ഷെ ഞാൻ പ്രാക്ടീസിങ് ഹിന്ദു അല്ല, അത്രേ ഉള്ളൂ. അല്ല, ശരിക്കും നമ്മുടെ ഹിന്ദു ഇതിലും ഒരുപാട് എത്തിയിസ്റ്റ് സ്പേസുകളുണ്ട്. ശ്രീനാരായണ ഗുരുദേവനെ പക്ഷെ ഞാൻ സഹോദരൻ ഉത്സവത്തിനൊക്കെ അമ്പലത്തിൽ പോകും, എല്ലാ ആഘോഷങ്ങളിലും പോകും, എല്ലാ അമ്പലങ്ങളിലും പോകാൻ എനിക്ക് ഇഷ്ടമാണ്. എന്റെ വീട്ടുകാരുടെ കൂടെ ഞാൻ ഏറ്റവും കൂടുതൽ ഗുരുദാജിയുടെ ലൈനിലെ സഹോദരൻ അയ്യപ്പന്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. സഹോദരൻ അയ്യപ്പൻ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്ന് ശ്രീനാരായണ ഗുരുദേവനോട് പറയുന്നുണ്ട്. അപ്പം ശ്രീനാരായണ ഗുരുദേവനോട് ചോദിക്കുന്നുണ്ട്, സഹോദരൻ അയ്യപ്പൻ അങ്ങയുടെ ശിഷ്യൻ ഇങ്ങനെ മാറ്റിയല്ലോ. ഗുരുദേവൻ പറയുന്നുണ്ട്, ഞങ്ങൾ പറയുന്ന ഒന്നാണ്, വേറെ രീതി പറയുന്നു എന്നേ ഉള്ളൂ. അതൊരു ബാലൻസിങ് മെക്കാനിസമാണ്. എന്തെങ്കിലുമൊക്കെ സെൻസ് ഓഫ് ബിലോങ്ങിനെസ് ആൾക്കാർക്ക് വേണം, എന്തെങ്കിലുമൊക്കെ ദൈവവിശ്വാസമോ നമുക്ക് അപ്പുറത്തുള്ള ഒരു സാധനം ഉണ്ടെന്ന് വിശ്വാസം വേണം. അതെ, അള്ളാഹു ഉത്സവങ്ങളെക്കാളും രസമുള്ള ഒരു സ്പേസ് ഞാൻ കണ്ടിട്ടേ ഇല്ല എന്റെ ലൈഫിൽ. ഏതാണ്? പിന്നെ ഗുരുവായൂരാണെങ്കിലേ ഇപ്പൊ വൈകുന്നേരത്തെ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ആ വൈകുന്നേരങ്ങളാ അത്രയും നല്ലൊരു സ്പേസ്. തൃശ്ശൂർ പൂരം കടുത്ത ട്രാൻസ് ആണ്. തൃശ്ശൂർ പൂരം എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരുപാട് പേരൊരു ട്രാൻസ്. അപ്പം ഇതെല്ലാം നമ്മുടെ വെട്ടുകാട് പള്ളിയാണെങ്കിലും അല്ലെങ്കിൽ ഇതെല്ലാം നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയണം. ഇതിൽ ഒന്നിലും നമ്മൾ ഏതെങ്കിലും ചെയ്യേണ്ടാണ്ട്, ഒരു മതത്തിനും അടിമയാകണ്ട. പക്ഷെ ഭയങ്കര ഒരു പിന്നെ കടലും കാറ്റും ഭയങ്കര ഫീലാണ്. ഞാനും നാഷ് ഖാൻ, എന്റെ അടുത്ത നാഷിനെ അറിയാലോ, നാഷിന്റെ അടുത്ത ഫ്രണ്ടാണ്. ഞാൻ നാഷും കൂടെ സ്ഥിരം പോകുന്ന സ്ഥലങ്ങളിലൊന്നാണ് വെട്ടുകാട് പള്ളി. ഭയങ്കര ഫീലുള്ള ഒരു വൈബ്, ഇന്നത്തെ ഭാഷ പറഞ്ഞ വൈബ് ഉള്ള സ്ഥലമാണ്. അതുപോലെയാണ് പള്ളിയുടെ ആ പരിസരത്തെ മണലും. അതെ, ഈ ബാലൻസിൽ നമുക്ക് പോകാൻ കഴിയണം. ഈ ബാലൻസിൽ ഇപ്പൊ എന്റെ മാത്രമാണ് ശരി, നിന്റെ തെറ്റാണെന്നോ. രാഹുലിനോട് പറഞ്ഞ അതൊന്നും മതമായിട്ടും വിശ്വാസമായും ബന്ധപ്പെട്ടതല്ലെന്നാ എനിക്ക് തോന്നണേ. അല്ല, ഇനി സുനിതാജി അതിനെ മതം വേണ്ട. സുനിതാജി ഒരുപക്ഷെ വിളിക്കുന്ന കൾച്ചർ എന്നായിരിക്കും, അല്ലെങ്കിൽ സോഷ്യൽ എന്നായിരിക്കും. ഇപ്പൊ ഞാൻ വിളിക്കുന്ന റിലീജിയസ് എന്നായിരിക്കും, വേറൊരാൾ വിളിക്കുന്ന സ്പിരിച്വൽ എന്നായിരിക്കും. എന്ത് പേര് വിളിച്ചാലും കുഴപ്പമില്ല, ഈ പേരിലല്ലല്ലോ അതിന്റെ എസൻസ് എന്താ. ഇത്തരം പല കാര്യങ്ങളുണ്ട്. രമണ മഹർഷിയുടെ ആശ്രമത്തിൽ പോകുമ്പോ അത് സ്പിരിച്വൽ ആണ്. അതെ, കറക്റ്റ്. രമണ മഹർഷിയോട് രസകരമായ ചോദ്യമുണ്ട്, ഈ അന്യനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന് രമണ മഹർഷിയോട് ചോദിക്കുന്നുണ്ട്. അന്യനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം? രമണ മഹർഷിയുടെ ഉത്തരം, അന്യനില്ലല്ലോ. അവരനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം? അവരനില്ലല്ലോ, പിന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം? ഗാന്ധിജിയുടെ വലിയൊരു ഗാന്ധിജിയുടെ ഫോട്ടോ അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ വെക്കുന്ന ഒരാളാണ്. ഇതൊരു ലൈനാണ്. ഇത് തന്നെയാണ് നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹത്തിന്റെ മുറിയിൽ ഗാന്ധിജിയുടെ ചിത്രം വെക്കുന്നുണ്ട്. ഞാൻ ഇസ്രായേലിൽ ചെന്നപ്പോൾ ഞാൻ കണ്ട ഏറ്റവും വലിയ അത്ഭുതം, അവിടുത്തെ ഫൗണ്ടിങ് ഫാദറായ ബെൻ ഗൂരിയോൺ, അതായത് മൊസാദിന്റെ അടക്കം ഏറ്റവും ഹാർട്ട് ലൈൻ പോളിസി ഉണ്ടെന്ന് ലോകം വിമർശിക്കുന്ന ഫൗണ്ടറായ ബെൻ ഗൂരിയോൺ അദ്ദേഹത്തിന്റെ ബെഡ്റൂമിൽ ഒരു ഗാന്ധിജിയുടെ ചിത്രം വെച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഈസ്റ്റിന്റെ, അതായത് പൗരസ്ത്യ, നമ്മുടെ ലോകത്തിന്റെ ധാർമ്മികത മുഴുവൻ ഗാന്ധിജിയിലാണെന്നാണ്. അവിടെയാണ് ഈ ഗാന്ധിജിയുടെ ലൈൻ വളരെ അറിയാത്തത് ഭാഗ്യം. ഗാന്ധിജി അറിയാത്തത് ഭാഗ്യം. അല്ല, ഗാന്ധിജിക്ക് ഇനി അവിടത്തെയും ഞാൻ മിഡിൽ ഈസ്റ്റിൽ പോയിട്ടും കൂടെ പറയുകയാണ്, ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടെ പറയാം. ഇസ്രായേൽ പാലസ്റ്റീൻ വിഷയത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടാകണമെങ്കിൽ ഒരു മുസ്ലിം മഹാത്മാഗാന്ധി ഉണ്ടാകണം. ഒരു മുസ്ലിം മഹാത്മാഗാന്ധി ഉണ്ടാകുകയും അറബ് ജനതയെ നയിക്കുകയും. ഒരു മുസ്ലിം മഹാത്മാഗാന്ധി ആയിരുന്നില്ലേ? പരിഹാരം ഉണ്ടായില്ല. പരിഹാരം ഉണ്ടായില്ല. ഇനിയും അത് ഒരുപാട് കാലത്തെ ഫൈറ്റാണ്. അതിലൊക്കെ ഒരുപാട് പൊളിറ്റിക്സ് ഉണ്ട്, അമേരിക്കയുടെ താല്പര്യങ്ങളുണ്ട്. ഇപ്പൊ ബെഞ്ചമിൻ നെതന്യാഹു ഇത് കഴിഞ്ഞ് കറപ്ഷന് ജയിലിൽ പോകാതിരിക്കാൻ അദ്ദേഹം പരമാവധി അഗ്രഷൻ നീട്ടും. കാര്യം പുള്ളിക്ക് കറപ്ഷൻ കേസുണ്ട്. എത്ര ഇൻട്രസ്റ്റുകളാണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന് ആലോചിക്കണം. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പൊസിഷൻ ഏറ്റവും വീക്ക് ആയിരുന്നു ഈ വിഷയം തുടങ്ങുന്നതിന് മുമ്പ്. ഇപ്പം വിഷയം തുടങ്ങിക്കഴിഞ്ഞ് പുള്ളി ഏറ്റവും സ്ട്രോങ് ആയി. കാര്യം ഈ ഫൈറ്റ് നിലനിന്നാലേ പുള്ളിക്ക് ലാഭമുള്ളൂ. ഞാൻ ഇസ്രായേൽ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ഗസ്റ്റ് ആയിട്ട് അവിടെ പോവുകയും ഞാൻ അവിടെ തന്നെ പറഞ്ഞു, ഞാൻ പ്രോ പാലസ്റ്റീൻ ആണ്. കാര്യം പാലസ്റ്റീനി മരിക്കുന്നുണ്ട്, എനിക്ക് ചിലപ്പം ചിലവർക്കുള്ള വാർത്ത പോലും വായിക്കാൻ തോന്നില്ല. എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെസറ്റി പോയി എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് അബൌട്ട് ഗസ ആയിരുന്നു. അന്ന് 10,000 പേരോളമാണ് മരിച്ചത്. ഇപ്പോഴാണ് 43 കടലിലേക്ക് വന്നത്. ഞാൻ പോയപ്പോൾ 10,000 പേരോളം മരിച്ചതാണ്. ഞാൻ പറഞ്ഞു 1000 ഓൺ വൺ സൈഡ് ആൻഡ് 10,000 ഓൺ ദി അതർ സൈഡ്. എന്താണ് ലോജിക്? ഞാൻ അതിന്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പം അവിടെയും പരിഹാരം വേണം. കാര്യം ഈ സമാധാനമാണ്. ദർ ഈസ് നോ പാത്ത് ടു പീസ്, പീസ് ഈസ് ദ പാത്ത്. ഗാന്ധിജിയുടെ വാക്കുകളാണ്. സമാധാനത്തിലേക്ക് ഒരു വഴിയില്ല, സമാധാനമാണ് വഴി.
ഇപ്പൊ മിഡിൽ ഈസ്റ്റിലും വേണം, ഇല്ലെങ്കിൽ ഈ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലേ, ഇസ്രായേൽ എവിടെയാണെന്ന് പോലും വേൾഡ് മാപ്പിൽ അറിയാത്തവന്മാർ കണ്ടോ ഇസ്രായേൽ പണി കൊടുക്കുന്നു എന്ന് പറഞ്ഞ് കൈയടിക്കുന്നു. അതായത് മുസ്ലിം വിരോധം കാരണമാണ്. ഇസ്രായേൽ എവിടെയാണെന്ന് പോലും ഒരു വേൾഡ് മാപ്പ് ചോദിച്ചാൽ ഇസ്രായേൽ എവിടെയാണെന്നോ ഇസ്രായേലിനെ കുറിച്ച് ABCD അറിയില്ലായിരിക്കും. പക്ഷേ മുസ്ലിങ്ങളെ ചൊറിയാൻ വേണ്ടിയിട്ട് ഇസ്രായേലിനെ ബൂസ്റ്റ് ചെയ്ത് പറയുന്നത്. ഇനി തിരിച്ച് ഇതേപോലെ മുസ്ലിങ്ങളിൽ ഇറാൻ എവിടെന്നോ, ഇറാൻ ചിലപ്പോൾ പറയുന്ന സുന്നികളായിരിക്കും, ഇറാനിലെ ഷിയ ഭരണകൂടത്തെ കുറിച്ച് ഒരു താല്പര്യമില്ലാത്തവർ കണ്ടോ ഇവൻ തിരിച്ചടിച്ചു. നമ്മുടെ മനസ്സിലെ വിദ്വേഷമാണ് അത് നമ്മൾ ലോക കാര്യങ്ങളിൽ പ്രൊജക്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയാണ്. നമ്മൾ അപ്പം എവിടെയും ഇത് സംസാരം നിർത്തുന്നേ അതെ അപ്പൊ അല്ല, എനിക്ക് സുനിതാജിയോടുള്ള ഏക പൊസിഷണൽ റിക്വസ്റ്റും ആ ലെഫ്റ്റ് ലിബറൽ പാരഡൈം അല്ലെങ്കിൽ പരിപ്രേക്ഷ്യത്തിൽ നിന്ന് അത് നിൽക്കുമ്പോഴും ആ വിശ്വാസികളുടെ സെന്റിമെന്റ്സ് മനസ്സിലാക്കുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി വെരി നൈസ്. ആ വിശ്വാസികൾക്ക് ഒരു സെന്റിമെന്റ്സ് ഉണ്ട്. അല്ല, ആ ഞാൻ സെന്റിമെന്റ് വിശ്വാസികളുടെ സെന്റിമെന്റ്സ് ഒന്നും എവിടെയും ഒന്നും പറയാറില്ല. ഞാൻ വിശ്വാസികളുടെ സെന്റിമെന്റ്സ് വ്രണപ്പെടുത്താറുണ്ടോ? ഇല്ല 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 വ്രണപ്പെടുത്തുന്നതല്ല, അതിനെ കുറച്ചുകൂടെ അക്കോമഡേറ്റ് ചെയ്യുന്നതാണ്. ഇല്ല വ്രണപ്പെടുത്തുന്നില്ല. അതുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ഞാൻ ആരുടെ ഒന്നും എനിക്ക് തോന്നുന്നു, ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോയിൽ ഞാൻ അവിശ്വാസിയാണെന്ന് പോലും പറയുന്നതെന്നാ എനിക്ക് തോന്നുന്നത്. ഞാനതൊന്നും എനിക്കറിയില്ല, ആളുകൾക്ക് അറിയുമെന്ന് പോലും അറിയില്ല അവിശ്വാസിയാണെന്നുള്ള ഒരു കാര്യമൊന്നും. ഓവറോൾ ഒരു സെൻസ് ഓഫ് ബാലൻസ് ഉണ്ടെങ്കിലേ ലോകം നിൽക്കൂ. അതുകൊണ്ടാണ് എന്റെ വിശ്വാസം, നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടർ ഞാൻ സണ്ണി പറഞ്ഞ ആരും ഗാന്ധി എന്ത് വേണമെങ്കിലും വിശ്വസിക്കട്ടെ, അവര് വിശ്വാസികൾ ആളുകൾ പോയി ചൊറിയുന്നത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഞാൻ ചെയ്യാറേ ഇല്ല. വേറെ ആളുകൾ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് കാണുന്നത്. അപ്പൊ ഞാൻ അതിലൊക്കെ കയറി പിടിക്കാറുണ്ടെന്നേ ഉള്ളൂ, അല്ല ഞാൻ ചെയ്യാറില്ല. ഞാനത് കാര്യം വിശ്വാസികളെ ചൊറിഞ്ഞ് നമ്മൾ എനിക്കറിയില്ല. വർഗീയവാദികളാക്കണ്ട. എനിക്ക് എന്റെ പൊസിഷനിൽ സുനിതാജി ചെയ്യുന്നല്ല കേട്ടോ, ഞാൻ അല്ല, ആ ഞാൻ തരത്തിലല്ല. പറഞ്ഞത് ഈ മതവും വിശ്വാസവും ദൈവവും ആയ പൊസിഷനിൽ എനിക്ക് നല്ല ക്ലാരിറ്റി ഇല്ല എന്റെ പൊസിഷൻ എന്താന്ന് പോലും. ഞാൻ വിശ്വാസിയല്ല, പക്ഷെ എനിക്ക് ആളുകൾ വിശ്വാസിയാവുന്നതിൽ പ്രശ്നമില്ല. എനിക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ കൾച്ചറൽ, ഈ ക്ഷേത്ര, ഈ സാധനങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ അവിടെ പോയി നിന്ന് പ്രാർത്ഥിച്ചാൽ ഒന്നും നടക്കുന്നു ഞാൻ ഒട്ടും വിശ്വസിക്കുന്നില്ല. പിന്നെ രാഹുൽ പറഞ്ഞ പോലെ ഇങ്ങനെ കൂട്ടായ ആരാധനാ കേന്ദ്രങ്ങളും മതത്തെ ബേസ് ചെയ്തിട്ടുള്ള കൂട്ടായ്മകൾ വേണ്ട എന്നാണ് എന്റെ അഭിപ്രായം. ആളുകളുടെ ആകാം, പക്ഷെ രാഷ്ട്രീയ പാർട്ടി ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിക് നെഹ്റുവിയൻ പൊസിഷനാണ്. അതൊരു ക്ലാസിക് നെഹ്റുവിയൻ പൊസിഷനാണ്. അപ്പം എന്റെ ഏക സബ്മിഷൻ എന്താ അറിയോ, എനിക്ക് തോന്നുന്നു അതാണ് എൻഡിങ് പോയിന്റ് എന്നും. ആ നെഹ്റുവിയൻ പൊസിഷൻ വേഴ്സസ് ഗാന്ധിയൻ പൊസിഷൻ ഒരു നല്ല സൗഹൃദ മത്സരമാണ്. അതൊരു നല്ല മാച്ചാണ്. കാര്യം ഒന്നെങ്കിൽ നെഹ്റുവിന്റെ ആ പൊസിഷൻ എടുക്കാം, അല്ലെങ്കിൽ ഇപ്പുറത്ത് ഗാന്ധിജിയുടെ പൊസിഷൻ എടുക്കാം. ഈ രണ്ട് പൊസിഷനിൽ ഏതെങ്കിലും ഒരു പൊസിഷൻ എടുക്കണം. ഒന്നെങ്കിൽ മതസൗഹാർദ്ദം അല്ലെങ്കിൽ മതേതരത്വം. എന്റെ വിശ്വാസം മതേതരത്വം അല്ല ശരി, മതസൗഹാർദ്ദമാണെന്നാണ്. സുനിതാജിയുടെ ഉള്ളിലുള്ള വിശ്വാസം മതസൗഹാർദ്ദമൊക്കെ ഇരിക്കട്ടെ, പക്ഷെ മതേതരത്വമാണ് നല്ലതെന്നാണ്. ഇത് രണ്ടായാലും കുഴപ്പമില്ല, ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു പൊസിഷനിൽ സ്റ്റിക്ക് ചെയ്യണം. മതനിരാസത്തിലേക്കും വർഗീയതയിലേക്കും വിദ്വേഷത്തിലേക്കും ഈ എക്സ്ട്രീംസിലേക്ക് പോകാതെ ഒരു സെന്ററിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ നമുക്കാകട്ടെ എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ നല്ലൊരു പോയിന്റ് ഓഫ് എഗ്രിമെന്റ്. താങ്ക് യു രാഹുൽ. താങ്ക് യു. അപ്പം ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. ഞാൻ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇന്നും കൂടെ ഞാനിപ്പം ശുഭം എന്നാണ് എന്റെ സോഷ്യൽ മീഡിയ വേറെ പേര്. ഞാൻ പറഞ്ഞു സുനിതാജിയുടെ കുറച്ച് നല്ല മോഡൽസ് കണ്ടുപിടിക്കണം, ആ ഫോണ്ട് എടുക്കണം. അപ്പോൾ ഞങ്ങൾക്കെല്ലാം, പ്രത്യേകിച്ച് കേരളത്തിലെ ഏറ്റവും കൂടുതൽ, ഞാൻ ധ്രുവറാത്തിയുടെ സുനിതാജിയുടെ വീഡിയോ ഒക്കെ സ്ഥലം കാണുന്ന ഒരാളാണ്. ധ്രുവറാത്തി എന്റെ വ്യക്തിപരമായ ഫ്രണ്ടാണ് കേട്ടോ. ധ്രുവറാത്തി ഇപ്പൊ അല്ല, ഒരുപാട് കാലമായിട്ട് പേഴ്സണലി അറിയുന്ന ഒരാളാണ്. അപ്പം കേരളത്തിലെ സാമൂഹ്യ മാധ്യമ രംഗങ്ങളിൽ പ്രത്യേകിച്ച് ഒരു ലെഫ്റ്റ് ലിബറൽ പൊസിഷൻ, പ്രോഗ്രസീവ് ലെഫ്റ്റ് ലിബറൽ പൊസിഷൻ ഏറ്റവും സ്ട്രോങ് ആയി ഹോൾഡ് ചെയ്യുകയും ലക്ഷക്കണക്കിന് ആൾക്കാരെ ആ രീതിയിൽ രാഹുൽ എല്ലാരും പുകഴ്ത്തും, അതുകൊണ്ട് ഞാനിത് സീരിയസ് ആയി എടുക്കുന്നില്ല. ഒരിക്കലുമല്ല, ഇത് പോസിറ്റീവാണ്. സുനിതാജിയോടുള്ള ഡിസഗ്രിമെന്റ് ആണ് ഒരു മിനിറ്റ് കൂടെ പറഞ്ഞത്. രാഹുൽ ആരെ പറ്റിയെങ്കിലും കുറ്റം പറയാറുണ്ടോ? ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അയ്യോ അല്ല, സുനിതാജിയുടെ അല്ലെങ്കിൽ സുനിതാജിയോടുള്ള ഡിസഗ്രിമെന്റ് ആണ് ഒരു മിനിറ്റ് മുമ്പ് പറഞ്ഞത്. അല്ല, രാഹുൽ എല്ലാരെ പറ്റി നല്ലത് പറയാം അവസാനം. ഇതുകൊണ്ട് നമ്മൾ ബാലൻസിങ് നേരത്തെ പറഞ്ഞ സതി വേണം. ഡെമോക്രസി ചാടിയിട്ട് ഇങ്ങോട്ട് കയറി വരട്ടെ. അല്ല, അത് ശരി, കറക്റ്റാ. അല്ല, പക്ഷെ ഞാൻ തിരിച്ചൊരു കാര്യം പറയട്ടെ. എനിക്ക് തോന്നുന്നു KJ ജേക്കബ് സാറാണെന്ന് തോന്നുന്നു, അന്ന് ഫേസ്ബുക്കിൽ നല്ലൊരു സാധനം എഴുതിയിരുന്നു. രണ്ടുപേരുടെ നിലപാടിന് വേണ്ടി എനിക്ക് ശബരിമല യോജിപ്പുള്ളൂ, പിണറായി വിജയന്റെയും രാഹുൽ ഈശ്വറിന്റെയും. കാര്യം രണ്ടുപേരുടെയും നിലപാടെടുത്തവർ സ്ട്രോങ് ആയി നിന്നിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ കുറിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി. ഞാൻ ശബരിമല വിഷയത്തിൽ വന്നപ്പോ പകുതി കയറിയിട്ട് തിരിച്ചിറങ്ങിക്കോട്ടെ എന്നൊന്നും പറഞ്ഞില്ലല്ലോ. നമ്മുടെ രഹന ഫാത്തിമയും കനകദുർഗയും ബിന്ദു അമ്മിണിയും വന്ന് പകുതി കയറി തിരിച്ചിറങ്ങട്ടെ, വേണമെങ്കിൽ അവിടെ പോയി തൊഴണ്ട, പക്ഷെ അവിടെ ഫ്രണ്ടിൽ നിന്നോട്ടെ എന്ന് പറഞ്ഞില്ലല്ലോ. അപ്പം കടുപ്പമേറിയ നിലപാട് എടുക്കേണ്ട വിഷയത്തിൽ എടുത്താൽ മതി. അതായത് ചില വിഷയങ്ങളിൽ നമുക്ക് പിടിവിടാൻ കഴിയാത്ത രീതിയിൽ സ്ട്രോങ് ആയിട്ട് നമുക്ക് എടുക്കേണ്ടി വരും. ഇല്ലാത്ത വിഷയങ്ങളിൽ സൗഹാർദ്ദവും ബാലൻസും മധ്യവർത്തിയും എടുക്കാം. അങ്ങനെ ഒരു മധ്യപാത ഉള്ള എനിക്ക്, മിഡിൽ പാത്ത് ഉള്ള എനിക്ക് ഈ രീതിയിൽ ഒരു ഇന്റർവ്യൂ തന്നത്, അല്ലെങ്കിൽ ഇന്റർവ്യൂയുടെ ഇന്ററാക്ട് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി തന്നതിന് വളരെയധികം സന്തോഷം, നന്ദി അറിയിക്കുന്നു. ഡെഫിനറ്റ്ലി കൂടുതൽ ഫോളോ ചെയ്യുകയും ഞാൻ അറിയാൻ ശ്രമിക്കുകയും ചെയ്യും. താങ്ക് യു. ഗോഡ് ബ്ലെസ്. താങ്ക് യു രാഹുൽ.